വിഷു ആഘോഷമാക്കുകയാണ് രാജ്യതലസ്ഥാനത്തെ മലയാളികൾ. ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ്. ഡൽഹി മയൂർ വിഹാർ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, നല്ല തിരക്കുണ്ടല്ലേ നാട്ടിലെ പോലെ തന്നെ അവിടെയും? തീർച്ചയായും ഞാനിപ്പോഴുള്ളത് ഡൽഹിയിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. ഇവിടെ വളരെ ഭംഗിയായി കണിയൊരുക്കിയത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. നാട്ടിലെങ്ങനെയാണോ വിഷു ആഘോഷിക്കുന്നത് അതിലും ഗംഭീരമായി തന്നെ വിഷു ആഘോഷമാക്കുകയാണ് മറുനാട്ടിലെ മലയാളികളും. ഇവിടെ ഡൽഹിയിലെ മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്നുള്ളത് ഓണവും വിഷുവും അങ്ങനെ ഏത് ആഘോഷവേളയിലും മലയാളികൾ ഒത്തുചേരുന്നൊരു ക്ഷേത്രമാണ്. നാട്ടിലേതിന് പോലെ തന്നെ നമുക്ക് ആഘോഷം ഫീൽ ചെയ്യുന്ന തരത്തിൽ അത്രയധികം ഭക്തജനങ്ങളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. പുലർച്ചെ 4:30 മുതൽ വിഷുക്കണി ദർശനവും ക്ഷേത്ര ദർശനവും ഇവിടെ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയധികം ആളുകൾ ഇവിടെ ഈ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രമേശ് നമ്പ്യാരേട്ടൻ ക്ഷേത്രത്തിന്റെ ഇവിടെ ഭാരവാഹികളാണ്. എങ്ങനെയുണ്ട് ഇത്തവണ വിഷു ആഘോഷം? എപ്പോഴാണ് ദർശനവും അതിന്റെ ക്രമീകരണങ്ങളും എല്ലാം ഇപ്പോൾ മുതൽ തുടങ്ങിയിട്ടുണ്ട്? രാവിലെ വെളുപ്പിന് 3:30 മുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് ക്യൂവിൽ. 4:30 മണിക്ക് ഞങ്ങൾ ഇത് തുറന്നു എല്ലാവർക്കും പബ്ലിക്കിന് വേണ്ടിയിട്ട്. ഒരുപാട് ഏകദേശം ഒരു 10-12,000 ആൾക്കാർ ഇത് ദർശനം കഴിഞ്ഞു. ഇനിയും ഞങ്ങളൊരു 10-12,000 ആൾക്കാർ കൂടി ഇനിയും പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് വരുന്നവർക്കൊക്കെ കൈനീട്ടവും പ്രഭാത ഭക്ഷണവും? എല്ലാവർക്കും കൈനീട്ടമുണ്ട്, പ്രഭാത ഭക്ഷണമുണ്ട്. എങ്ങനെയാണ് ചേട്ടാ ഈ ഡൽഹിയിലൊരു വിഷു ആഘോഷം? പ്രത്യേകിച്ച് കേരളത്തിലാണ് ഓണവും വിഷു എല്ലാം ഉള്ളത്. അപ്പം ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ഈ പ്രവൃത്തി ദിവസം പോലും ഇത്രയധികം ആളുകൾ എത്തുന്നുണ്ട് ക്ഷേത്രത്തിൽ. ഞങ്ങൾ കേരളത്തിനെക്കാട്ടും നന്നായിട്ട് ആഘോഷിക്കുന്നവരാണ്. കാരണം ഞങ്ങൾ ഓണമാണേലും വിഷു ആണേലും എല്ലാ ആഘോഷങ്ങളും, മലയാളത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളും, കാരണം നല്ലൊരു നാളെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ നാടുവിട്ട് ഈ പ്രവാസികൾ പല രാജ്യങ്ങളിലോട്ട് പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു പാരമ്പര്യ സംസ്കാരവും ആ പൈതൃകങ്ങളൊന്നും എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം. കാരണം ഈ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർക്ക് ഇനിയിപ്പം അടുത്ത ഒരു വർഷത്തേക്ക് അവരുടെ ജീവിതം നന്നായിരിക്കണം, ധന്യമായിരിക്കണം. ആ പ്രാർത്ഥനയോടെ വരുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, എത്രയോ ആൾക്കാരാണ് ഇവിടെ വരുന്നത് തൊഴാനായിട്ട്. അത് അങ്ങനെ ഇവിടെ മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് നല്ല രീതിയിലുള്ള തിരക്കുകളായിരിക്കും. തീർച്ചയായും അത്തരത്തിൽ ഡൽഹിയിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട് കേരളവുമായി ബന്ധപ്പെട്ട്. അത് മയൂർ വിഹാറിലാണെങ്കിലും ദിൽഷാദ് ഗാർഡൻ, RK പുരം തുടങ്ങി വിവിധ ക്ഷേത്രങ്ങളിൽ ഇന്നൊരു പ്രവൃത്തി ദിവസമാണെങ്കിൽ പോലും അത്രയധികം തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. നിരവധി കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി ഒപ്പം ഈ ഒരു വിഷുക്കണിക്ക് വേണ്ടിയിട്ടും എത്തിയിട്ടുണ്ട്. ഒപ്പം വലിയ ക്യൂ കാണുന്നുണ്ട്. എങ്ങനെയാണ് വിഷു ആഘോഷം? അടിപൊളി. വീട് വിട്ട് അല്ലെങ്കിൽ കേരളം വിട്ട് എത്തിയിട്ട് എങ്ങനെയുണ്ട് ആഘോഷ പരിപാടികൾ? നല്ല അടിപൊളിയായിട്ടുണ്ട്. എവിടെയാ സ്ഥലം? കാലിക്കറ്റ്. എങ്ങനെയുണ്ട്? അതായത് നമ്മൾ ഒരു പ്രവൃത്തി ദിവസമാണെങ്കിൽ പോലും എങ്ങനെയാണ് വിഷു ആഘോഷമൊക്കെ ഒരുക്കിയിട്ടുള്ളത്? ഞങ്ങൾ വീട്ടിൽ രാവിലെ തന്നെ കണിയെല്ലാം ഒരുക്കി, അതിനുശേഷം അമ്പലത്തിലേക്ക് വന്നു. ഓക്കെ, അത്തരത്തിൽ വലിയ തിരക്കും നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. അവിടെയും ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വേണ്ടി അത്രയധികം ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഡൽഹിയിൽ മയൂർ വിഹാർ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ 4:30 മുതൽ തന്നെ ദർശനത്തിനും ഒപ്പം വിഷു കണി ദർശനത്തിനുമുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. അത് വിഷു കണി ദർശനത്തിന് ഈ ഒരു വിഷു ആഘോഷം ധന്യമാക്കുന്നതിന് ക്ഷേത്ര ദർശനത്തിന് വേണ്ടി അത്രയധികം ആളുകൾ എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മളോട് പ്രതികരിച്ചവരെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളം വിട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ നാട്ടിലില്ല എങ്കിൽ പോലും വിഷു ആഘോഷിക്കുകയാണ്. അത്രയധികം ഭംഗിയോടുകൂടി അത്രയധികം ആ ആഘോഷത്തിന്റെ പൊലിമ ഒട്ടും ചോരാതെ തന്നെ മറുനാട്ടിലെ മലയാളികളും ഇവിടെ രാജ്യ തലസ്ഥാനത്തെ മലയാളികളും വിഷു ആഘോഷമായി തന്നെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. മായ. ശരി ജിഷ്ണു, രാജ്യതലസ്ഥാനത്തെ മലയാളികൾ വിഷു ആഘോഷമാക്കുകയാണ്. ഡൽഹി മയൂർ വിഹാർ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.